സി യു അറ്റ് വർക്ക് ടുമോറോ എപ്പിസോഡ് 5 തുടങ്ങുന്നത് ജിയോൺ തനിക്കും സീവുവിനും വേണ്ടി ഡ്രിങ്ക്സ് വാങ്ങി വരുമ്പോഴാണ്. അപ്പോഴാണ് അവൾ സീവു സൂജിനുമായി സംസാരിക്കുന്നത് കാണുന്നത്. അത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണെന്ന് പോലും മനസ്സിലാകാതെ ജിയോണിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങുന്നു. അതേസമയം സീവുവും സൂജിനും ഒരുമിച്ച് കാപ്പി കുടിക്കാൻ പോകുന്നു. ഓഫീസിൽ ഇനി മുതൽ താൻ സീവുവിനെ അറിയാത്ത പോലെ നടിക്കില്ലെന്ന് സൂജിൻ പറയുന്നു. ഓഫീസിലെ അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കാൻ യങ് ഹൂണിനോട് സംസാരിച്ചത് സൂജിനാണെന്ന് സീവു കരുതിയെങ്കിലും അത് താനല്ലെന്ന് അവൾ വ്യക്തമാക്കുന്നു. പിന്നെ അത് ആരായിരിക്കും? എനിക്ക് തോന്നുന്നത് അത് ജിയോൺ തന്നെയാണെന്നാണ്. പിന്നീട് ജിയോൺ പേരൊന്നും പറയാതെ നോവായോട് തന്റെ അവസ്ഥ തുറന്നു പറയുന്നു. എല്ലാം കേട്ട നോവ ജിയോണിന് സീവുവിനോട് ക്രഷ് തോന്നിയിരിക്കാമെന്ന് പറയുകയാണ്. പക്ഷേ ജിയോൺ പറയുന്നത് സീവുവിനെ കുറിച്ചാണെന്ന് പോലും നോവയ്ക്ക് അറിയില്ല. അതിനിടയിൽ ഒരു ഗ്രൂപ്പ് ബ്ലൈൻഡ് ഡേറ്റിന് ക്ഷണം ലഭിക്കുകയും ജിയോണിനെയും നോവ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പിന് താൻ തയ്യാറല്ലെന്ന് ജിയോൺ പറയുന്നുണ്ട്. ഓഫീസിലേക്ക് തിരികെ എത്തിയ ജിയോൺ ഹെഡ്ഫോൺ ധരിച്ച് കണ്ണടച്ചിരിക്കുന്ന സീവുവിനെ കാണുന്നു. അവൻ ഉറങ്ങുകയാണെന്ന് കരുതി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവൻ ഒടുവിൽ എന്റെ ടൈപ്പ് അല്ലേ എന്ന് അവൾ മനസ്സിൽ ചിന്തിക്കുന്നു. പക്ഷേ അതേ നിമിഷം സീവു കണ്ണു തുറക്കുകയാണ്. രക്ഷപ്പെടാൻ അവന്റെ നെറ്റിയിൽ കൊതുകിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ജിയോൺ അഭിനയിക്കുകയാണ്. അതിനുശേഷം സീവു അടുത്ത പ്രൊജക്റ്റായ ഹോം AI പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. പുതിയ ഐഡിയകൾ കണ്ടെത്താൻ ജിയോണിനോട് ആവശ്യപ്പെടുമ്പോഴും അവളുടെ ശ്രദ്ധ മുഴുവൻ സീവുവിലേക്കാണ്. ജിയോൺ ടീമിലേക്ക് ഒരു പുതിയ അംഗത്തെ കൂടി എടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഇരുവരും പുറത്തേക്ക് നടക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. ജിയോൺ മഴയിൽ കുട്ടിയെപ്പോലെ സന്തോഷത്തോടെ ഓടി നടക്കുമ്പോൾ അവളെ നോക്കി സീവു ചിരിക്കുന്നത് കാണാം. അതേസമയം മാനേജർ കോയെ ഒരു സീനിയർ ജീവനക്കാരൻ വിളിച്ച് സീവുവിനെതിരെ എന്തെങ്കിലും ദുർബലമായ കാര്യം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. പിന്നീട് ജിയോണും സീവുവും പുതിയ അപേക്ഷകരെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവരിൽ നാരിയും ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് തന്നെ മാറ്റാനിരിക്കുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഒരു സ്വകാര്യ ആവശ്യത്തിനായി താൻ ഹാഫ് ഡേ എടുക്കുകയാണെന്ന് സീവു ജിയോണിനോട് പറയുന്നു. പക്ഷേ എവിടേക്കാണെന്ന് അവൻ പറയുന്നില്ല. പൂക്കളുടെ ഒരു ബൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവനെ കണ്ട ജിയോൺ അത് സൂജിന് വേണ്ടിയാണോ എന്ന് സംശയിക്കുകയാണ്. പക്ഷെ സൂജിൻ അപ്പോഴും ഓഫീസിൽ ഉണ്ടായിരുന്നു. സീവുവിൽ നിന്ന് ഒരുപാട് പഠിക്കാമെന്ന് അവൾ ജിയോണിനോട് പറയുന്നു. കൂടാതെ വിവാഹത്തിൽ പങ്കെടുത്തതിന് ഒരു റിട്ടേൺ ഗിഫ്റ്റും ജിയോണിന് അവൾ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ സീവു പോയത് തന്റെ അമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ കൊളംബേറിയയിലേക്കായിരുന്നു. അവിടെ അവൻ അച്ഛനെ കാണുന്നു. വീട് വിറ്റ് ഗ്രാമപ്രദേശത്തേക്ക് താമസം മാറാൻ ആലോചിക്കുകയാണെന്ന് അച്ഛൻ അവനോട് പറയുന്നുണ്ട്. വീട്ടിലെത്തിയ ശേഷവും സീവു എവിടെയായിരിക്കും പോയതെന്ന് ജിയോൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റിൽ അവനെ കുറിച്ച് തിരയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സൂജിന്റെ ഗിഫ്റ്റ് കണ്ടതോടെ വീണ്ടും മനസ്സ് മാറുകയാണ്. ഒടുവിൽ നോവാക്ക് മെസ്സേജ് അയച്ച് താനും ഗ്രൂപ്പ് ബ്ലൈൻഡ് ഡേറ്റിന് വരുമെന്ന് അറിയിക്കുന്നു. മറ്റൊരു വശത്ത് നോവ തന്റെ പ്രതികാര പദ്ധതി നടപ്പാക്കാൻ ലീയുടെ സഹായം തേടുന്നു. ഗുവോണിന്റെ അമ്മയെ ഒരു റെസ്റ്റോറന്റിൽ കണ്ടുമുട്ടി മകന്റെ ചതിയെക്കുറിച്ച് തുറന്നു പറയുന്നു. എന്നാൽ ഗുവോണിന്റെ അമ്മ അതെല്ലാം വളരെ ലളിതമായി തള്ളിക്കളയുകയാണ്. അപ്പോഴാണ് ലീ അഭിഭാഷകനായി നടിച്ചെത്തുന്നത്. വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിയമസഹായം തേടുകയാണെന്ന് നോവ പറയുന്നതോടെ അവിടുത്തെ അന്തരീക്ഷം മാറിപ്പോകുന്നു. എന്തായാലും റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇരുവരും ഒരുമിച്ച് ഡ്രിങ്ക്സിന് പോകുന്നു. ഗുവോണിന്റെ പുതിയ ഗേൾഫ്രണ്ട് വീക്കെൻഡിൽ സർഫിങ്ങിന് പോകുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ലീ കാണിക്കുന്നുണ്ട്. ഇനി നേരിട്ട് പ്രതികാരം ചെയ്യാമെന്ന് നോവയും തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം ജിയോൺ ഹോം AI പ്രൊജക്ടിനുള്ള തന്റെ ഐഡിയകൾ സീവുവിന് കാണിക്കുന്നു. എന്നാൽ ടെസ്റ്റ് ചെയ്യാൻ ഒരു ലാബ് ഇല്ലെന്ന പ്രശ്നവും അവൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് വലിയ സർപ്രൈസ് വെളിപ്പെടുന്നത്. സീവുവിന്റെ സ്വന്തം വീടാണ് അവരുടെ AI ലാബ്. പുതിയ AI ഫീച്ചറുകൾ എല്ലാം ആദ്യം വീട്ടിൽ തന്നെ പരീക്ഷിക്കുന്ന പതിവ് അവനുണ്ട്. അങ്ങനെ ഇരുവരും ഒരുമിച്ച് സീവുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള റോബോട്ട് വാക്വം ക്ലീനർ ഉൾപ്പെടെയുള്ള AI സംവിധാനങ്ങൾ കണ്ട ജിയോൺ അമ്പരക്കുകയാണ്. അവരുടെ പ്രധാന ടാർഗറ്റ് കസ്റ്റമർമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന 30കളുടെ മധ്യത്തിലുള്ള പുരുഷന്മാരായിരിക്കണമെന്ന് അവൾ അവനോട് നിർദ്ദേശിക്കുന്നു. എന്തായാലും സീവുവിന്റെ ദൈനംദിന ജീവിതം കാണുമ്പോൾ അവനോടൊപ്പം ഒരേ വീട്ടിൽ ജീവിക്കുന്നത് പോലുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ ജിയോൺ മനസ്സിൽ കാണാൻ തുടങ്ങുന്നുണ്ട്. അതിനിടെ സീവു ജനറൽ ഗ്ലാസ് വൈറ്റ് ബോർഡിനായി ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ റോബോട്ട് വാക്വം ചില ചിത്രങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നു. അതിലൊന്നിൽ ജനലിൽ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പായിരുന്നു ചാ ജിയോൺ മേക്സ് മീ സ്മൈൽ എന്ന് വെച്ചാൽ ചാ ജിയോൺ എന്നെ ചിരിപ്പിക്കുന്നു. അത് കണ്ട് ജിയോൺ അതിന്റെ അർത്ഥം ചോദിക്കാനിരിക്കുമ്പോഴേക്കും ജോലി സമയം കഴിഞ്ഞെന്നറിയിക്കുന്ന അലാറം മുഴങ്ങുന്നു. അതോടെ ആ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്.
അടുത്ത ദിവസം നോവ ടാസ്ക് ഫോഴ്സിൽ ചേരാൻ സിവുവിനെ കാണുന്നു. മാനേജർ കോയിൽ നിന്ന് രക്ഷപ്പെടാനും ജിയോൺ സിവുവിന്റെ ലീഡർഷിപ്പിനെ പ്രശംസിച്ചതുമാണ് അപേക്ഷിക്കാനുള്ള പ്രധാന കാരണമെന്ന് അവൾ പറയുന്നു. സിവു ആലോചിച്ച് അറിയിക്കാമെന്ന് മറുപടി നൽകുന്നുണ്ട്. വൈകുന്നേരം ഒരുമിച്ച് ബസ്സിൽ പോകാമെന്ന് കരുതിയ സിവുവിനോട് ഇന്ന് തനിക്ക് ഗ്രൂപ്പ് ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ടെന്ന് ജിയോൺ പറയുന്നു. എന്നാൽ നിനക്ക് കൂടുതൽ ജോലി തന്നാ മതിയായിരുന്നു എന്ന് സിവു അതിന് മറുപടി പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ജിയോൺ ആലോചിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ ജോലി തന്നിരുന്നെങ്കിൽ അവൾ ആ ഗ്രൂപ്പ് ബ്ലൈൻഡ് ഡേറ്റിന് പോവില്ലായിരുന്നു എന്നല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും രസകരമായ ഒരു കാര്യം, ആ ബ്ലൈൻഡ് ഡേറ്റ് നടക്കുന്നത് സിവുവിന്റെ സുഹൃത്തിന്റെ ബാറിലായിരുന്നു. അതേസമയം സിവു കീതയെ കാണാൻ പോകുന്നു. ടാസ്ക് ഫോഴ്സിൽ ചേരാൻ അപേക്ഷിക്കാതെ AI പ്രപ്പോസൽ അയച്ച ആളാണ് അദ്ദേഹം. ഇരട്ട കുട്ടികളുടെ അച്ഛനായതിനാൽ ടീമിന്റെ ജോലി രീതിക്ക് ഒത്തുപോകാൻ കഴിയില്ലെന്ന് കീതെ പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ AI പരിചയം വളരെ വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് നേരത്തെ എത്തിയും നേരത്തെ പോകാനും അനുമതി നൽകി സിവു ടീമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പക്ഷേ പ്രൊജക്ട് വിജയിച്ചാൽ താൻ വീണ്ടും അമേരിക്കയിലേക്ക് മടങ്ങുമെന്ന കാര്യം മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഓഫീസിലെ അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കാൻ യങ് ഹൂണിനോട് സംസാരിച്ചത് ജിയൂൺ ആണെന്ന് കീതെ സിവുവിനോട് വെളിപ്പെടുത്തുന്നു. ഇതിനിടെ ബ്ലൈൻഡ് ഡേറ്റിൽ ഒരു കാർഡ് ലഭിക്കുകയാണ് ജിയൂണിന്. അടുത്തിടെ നിങ്ങളുടെ ഹൃദയം ഇടിച്ചത് എന്തിനായിരുന്നു എന്നായിരുന്നു ആ ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോൾ സിവുവിനൊപ്പമുള്ള എല്ലാ നിമിഷങ്ങളും ജിയോണിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അപ്പോഴാണ് അവൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് താൻ ശരിക്കും സിവുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. ഇതേ സമയം വീട്ടിലെത്തിയ ശേഷം ജനലിൽ എഴുതിയിരിക്കുന്ന ജിയോണിന്റെ പേര് നോക്കി സിവു അവളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതിനിടെയാണ് സുഹൃത്ത് മെസ്സേജ് അയച്ച് ജിയോൺ തന്റെ ബാറിൽ ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുകയാണെന്ന് അറിയിക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഗ്രൂപ്പിലെ മറ്റുള്ളവർ രണ്ടാം റൗണ്ടിലേക്ക് പോകുമ്പോൾ നോവായും ജിയോണും അവിടെ തന്നെ തുടരുന്നു. അപ്പോഴാണ് കീതയിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. പ്രൊജക്ട് വിജയിച്ചാൽ സിവു അമേരിക്കയിലേക്ക് തിരിച്ചു പോകും എന്നായിരുന്നു കീതയുടെ ആ മെസ്സേജ്. ആ വാർത്ത ജിയൂണിനെ പൂർണ്ണമായും തകർക്കുന്നു. അതേസമയം സിവു ഓടിയെത്തുമ്പോഴേക്കും ജിയൂൺ ബാർ വിട്ടു പോയിരുന്നു. വീട്ടിലേക്ക് നടക്കുമ്പോൾ മുമ്പത്തെ പോലെ ഇനി ഒരു ബന്ധത്തിലേക്ക് ചാടിപ്പോകാൻ തനിക്കാവില്ലെന്ന് ജിയോൺ ചിന്തിക്കുന്നു. ഒരിക്കൽ അനുഭവിച്ച ഹൃദയവേദന വീണ്ടും നേരിടാൻ അവൾ തയ്യാറല്ല. അവൾ സിവുവിനെ വിളിക്കുന്നു. ഫോൺ എടുക്കുമ്പോൾ തന്നെ തന്റെ റോഡിന്റെ മറുവശത്ത് നിൽക്കുന്ന അവനെ അവൾ കാണുകയാണ്. ഞാൻ റോഡ് മുറിച്ച് നിന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് സിവു ചോദിക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെ ജിയോൺ ശാന്തമായി വേണ്ട എന്ന് മറുപടി പറയുകയാണ്. അതിനുശേഷം അവൾ ഒരു തീരുമാനം അറിയിക്കുന്നു. എനിക്ക് ടാസ്ക് ഫോഴ്സ് വിടണം. അവളുടെ വാക്കുകൾ കേട്ട് സിവു ഞെട്ടി നിൽക്കുമ്പോൾ അത്യന്തം വികാരഭരിതമായ ഒരു ക്ലിഫ് ഹാങ്കറിലാണ് എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.